റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. അത് പിടിച്ചു വാങ്ങിക്ക്. അത് പിടിച്ചു വാങ്ങിക്ക്. അവിടെ പിടിച്ചോ, ഇവിടെ പിടിക്കാൻ പറ്റില്ല. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് പ്രതിഷേധ ബാനറുമായാണ് ഇന്നും പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം കടുപ്പിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ കാരണം. ദേവസ്വം മന്ത്രി രാജിവെക്കണം, നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പിരിച്ചുവിടണം, ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മന്ത്രിമാരെല്ലാം വായി തോന്നിയതെല്ലാം പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങ് നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടൽ നടത്തിയാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നതുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ സഭ കലുഷിതമായിരുന്നു. ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സഭാ നടപടികളോട് നിസ്സഹകരിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ ഇന്നലെ രൂക്ഷമായ ഭാഷയിലായിരുന്നു സ്പീക്കറുടെ വിമർശനം. ഇന്നലെ ഈ ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു. അവര് കണ്ടുപഠിക്കേണ്ട ഇതാണോ പാർലമെന്ററി പ്രൊസീഡിംഗ്സ്? കേരളത്തിൽ നമ്പാട് കുട്ടികൾ ഇന്നലെ ഗാലറിയിൽ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചിട്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച് സ്പീക്കർക്ക് റൈറ്റ് ഉണ്ട്. ഇതാണോ കുട്ടികൾ നാളെ പഠിക്കേണ്ടത്? നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? പാർലമെന്ററി പ്രൊസീഡിംഗ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ്. കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ. അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ, സ്പീക്കറുടെ മുഖം മറക്കുന്നതാ. ഇതാണോ പഠിക്കേണ്ടത്? ഇതാണോ ജനാധിപത്യം? നിങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇതാണോ ജനാധിപത്യം? യെസ് മിനിസ്റ്റർ, പ്ലീസ്. പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധ മുറ ഇനിയും തുടരുമോ എന്ന് കണ്ടറിയണം. സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ സർക്കാർ എങ്ങനെ നേരിടുമെന്നും വരും ദിവസങ്ങളിൽ അറിയാം.